നാളെ ഞാനുണ്ടാകുമോ എന്ന് പറയാനറിയാത്ത ലോകമാ ദുന്യാവ് എന്ന് പറയുന്നത്. നാളെ ചിലപ്പോൾ നോട്ടീസുകൾ അടിക്കാൻ ആളുകൾ ഉണ്ടാകാം, സ്വീകരിക്കാൻ ആളുകൾ ഉണ്ടാകാം, ചിലപ്പോൾ പേര് പറഞ്ഞ് ബഹുമാനിക്കാൻ ആളുകൾ ഉണ്ടാകാം. പക്ഷെ മരണമാകുന്ന ഒരു രോഗം എന്നെ പിടികൂടി കഴിഞ്ഞാൽ ഒരാൾ എന്റെ ബിരുദ ഏതാണെന്ന് ചോദിക്കൂല, ഞാൻ ആരെ മോനാണ് എന്ന് ചോദിക്കൂല, എവിടെയാണ് അഡ്രസ് എന്ന് ചോദിക്കൂല. ഒരു മോമിനും അത് അറിയേണ്ടതില്ല. ഒരു മോമിനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു മോമിൻ അവനോടുള്ള ഏറ്റവും വലിയ കടപ്പാട് അവന്റെ അഡ്രസ് നോക്കലല്ല, അവന്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കലല്ല, അവന്റെ മയ്യത്ത് കാണിച്ച് പുണ്യം നേടലല്ല. മോമിനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനോടുള്ള ഏറ്റവും വലിയ കടപ്പാട് അവനെ കുളിപ്പിക്കലാണ്, അവനെ കഫൻ ചെയ്യലാണ്, അവനെ നിസ്കരിക്കലാണ്, അവനെ കൊണ്ടുപോയി മറവ് ചെയ്യലാണ്. ഇതൊരു മോമിനായ മനുഷ്യന്റെ മേൽ ഫർള് കിഫായയാണ്. ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. അത് കേൾക്കുന്ന വിശ്വാസികളെ, ലോകത്തിന്റെ ഏത് ദിക്കുകളിൽ ഞാൻ മരിച്ചു വീണാലും എന്റെ മയ്യത്ത് കൊണ്ടുപോയി മറവ് ചെയ്യാൻ ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ അവന് ഫർള് കിഫായയാണ്. എന്നെ കൊണ്ടുപോയി മറവ് ചെയ്യുക എന്ന് പറയുന്നത്. ലോകത്തിന്റെ ഏതൊക്കെ ദിക്കുകളിൽ നമ്മൾ യാത്ര ചെയ്യുന്നു, ഏത് യാത്രയിലാണ് എന്റെ മരണം എനിക്കറിയില്ല. ഇന്നലെ അഹമ്മദാബാദിൽ നിന്ന് പൊങ്ങിയ ഫ്ലൈറ്റിൽ കയറുന്ന ഒരാളും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങൾ അവസാനത്തെ യാത്രയാണ്, മടങ്ങാത്ത യാത്രയാണ്, ഉദ്ദേശ സ്ഥാനത്തെത്താത്ത യാത്രയാണ് എന്നാരും കരുതിയിരുന്നില്ല. അവരാരും ആ ബിൽഡിങ്ങിന്റെ മേലെ കയറാൻ ലിഫ്റ്റ് ഇല്ലാത്തതിന്റെ പേരിൽ കയറിയതല്ല, അവരാരും ആ ബിൽഡിങ്ങിന്റെ മേലെ എത്താൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട് കയറിയതല്ല. അവരേതോ ലക്ഷ്യം വെച്ച രാജ്യത്തിന് വേണ്ടി പണം ചെലവഴിച്ച് ടിക്കറ്റ് എടുത്ത് UK കാണാനുള്ള പ്രതീക്ഷയിൽ കയറിയവരുണ്ടാകാം, ജോലിയുടെ പൂർത്തീകരണത്തിന് കയറിയവരുണ്ടാകാം, ബിസിനസിന്റെ ആകാംക്ഷ പ്രതീക്ഷിച്ച് കയറിയവരുണ്ടാകാം, അല്ലെങ്കിൽ എന്തൊക്കെയോ സുഖങ്ങൾ പ്രതീക്ഷിച്ച് കയറിയവരുണ്ടാകാം. എല്ലാ സുഖങ്ങളും 292 സുഖങ്ങൾ, അല്ലെങ്കിൽ സന്തോഷങ്ങൾ, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയോ ചിന്താഗതികൾ ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അള്ളാഹു തീരുമാനിച്ചപ്പോൾ ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു തന്നു. എന്ത് സംവിധാനാണെങ്കിലും എന്ത് സൗകര്യമാണെങ്കിലും സെക്കൻഡുകൾ കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണ് ലോകമെന്ന് പറയുന്നത്. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. ഞാൻ ഈ വാർത്ത മുഴുവനും കാണുന്നത് പകലിൽ മുഴുവനും തിരക്കിലായിരുന്നു. ഫ്ലൈറ്റിൽ കയറിയപ്പോഴാണ് ഈ റിപ്പോർട്ട് ഞാൻ കാണുന്നത്. ഫ്ലൈറ്റിൽ നിന്നാണ് ഞാൻ ഈ റിപ്പോർട്ട് വായിക്കുന്നത്. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്റെ ഈ യാത്ര തീരുമോ എന്ന് എനിക്കറിയില്ല, ഈ യാത്രയുടെ എന്റെ എവിടെയാണ് എന്ന് എനിക്കറിയില്ല. പ്രതീക്ഷിച്ച എയർപോർട്ട് ബാംഗ്ലൂരാണ്. അതിന്റെ വഴിയിൽ എവിടെയോ എന്നെ കൊണ്ടുപോകാൻ എന്റെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്റെ വേദ കേൾക്കുന്ന വിശ്വാസികളെ, നമ്മളെ തീരുമാനങ്ങളൊന്നും തീരുമാനങ്ങളല്ല. അതൊക്കെ താൽക്കാലികമായ സുഖത്തിനും സന്തോഷത്തിനും നമ്മൾ തെരഞ്ഞെടുക്കുന്ന പല തെരഞ്ഞെടുപ്പുകളാണ്. അതൊക്കെ താൽക്കാലികമാണ്. നമ്മൾ ആരും സെലക്ട് ചെയ്തില്ലെങ്കിലും, നമ്മൾ ആരും ആഗ്രഹിച്ചില്ലെങ്കിലും, നമ്മൾ ആരും കൊതിച്ചിട്ടില്ലെങ്കിലും, നമ്മൾ ആരും വിസ വാങ്ങിയിട്ടില്ലെങ്കിലും, നമ്മൾ ആരും ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിലും, നമ്മൾ ആരും അതിനു വേണ്ടി ടിക്കറ്റിന്റെ പൈസ പരിശോധിച്ചില്ലെങ്കിലും, നമ്മൾ ആരും ആ വാഹനം എവിടെയാണ് എന്ന് അന്വേഷിച്ചില്ലെങ്കിലും, നമ്മൾ ആരും ആ വാഹനം എവിടെ കിട്ടുമെന്ന് പോയി നോക്കിയില്ലെങ്കിലും, നമ്മൾ ആരും ആ വാഹനത്തിന്റെ സുഖവും സന്തോഷവും പരിശോധിച്ചില്ലെങ്കിലും, അതിന് AC ഉണ്ടോ, അതിൽ ഫാനുണ്ടോ, സൗകര്യമുണ്ടോ എന്നൊന്നും പരിശോധിച്ചില്ലെങ്കിലും, നമ്മൾ കയറാനിരിക്കുന്ന വാഹനാണ് മയ്യത്ത് കട്ടിൽ എന്ന് പറയുന്നത്. അതിന്റെ AC ആരും നോക്കാറില്ല, അതിന്റെ സൗകര്യം ആരും നോക്കാറില്ല, അതിന് തിരുമ്പുണ്ടോ എന്ന് പരിശോധിക്കാറില്ല. നമ്മളെ വീട്ടിൽ കിടക്കുന്ന കട്ടിലിന്റെ മേലെ ചെതലുണ്ടെങ്കിൽ ഇത് കണ്ടാ നമ്മൾ മാറ്റിക്കളയും, തിരുമ്പുണ്ടെങ്കിൽ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ മാറ്റിക്കളയും. ആ പള്ളിയിൽ കിടക്കുന്ന പള്ളിയുടെ ചുമരിനോട് ചാരി വെച്ചിരിക്കുന്ന ആ ഒരു മയ്യത്ത് കട്ടിൽ ഇന്ന് വരെ തുരുമ്പിന്റെ പേരിൽ മാറ്റപ്പെട്ടിട്ടില്ല. ആ മയ്യത്ത് കട്ടിൽ എനിക്ക് കയറാനുള്ളതാണ്, നമുക്ക് കയറാനുള്ളതാണ്. അതിനുവേണ്ടി ബാപ്പ ടിക്കറ്റ് എടുക്കൂല, മക്കള് ടിക്കറ്റ് എടുക്കൂല, നമ്മളും ടിക്കറ്റ് എടുക്കൂല. അതിന് ടിക്കറ്റിന്റെ ആവശ്യമില്ല, ഒന്നിന്റെയും ആവശ്യമില്ല. മുസ്ലിയാരെ പള്ളിപ്പണം കൊടുത്തില്ലെങ്കിൽ പള്ളിയിൽ മറവിയൂല. ഒക്കെ നമ്മൾ താൽക്കാലികമായ പള്ളിയുടെ നടത്തിപ്പിന് പല കമന്റ് അടിക്കുകയാണ്. പള്ളിപ്പണം കൊടുത്തില്ലെങ്കിലും കൊടുത്താലും മോമിനായ മനുഷ്യൻ മരിച്ചാൽ മോമിനായ മനുഷ്യനെ മറവ് ചെയ്യൽ ആ മോമിനീങ്ങളുടെ ഫർള് കിഫായ വീടാതിരിക്കാൻ കാരണമാണ്. മരിക്കുന്നവരും മരിക്കാനേ ഉത്തരവാദിത്തമുള്ളൂ. മരിച്ചാൽ ശേഷം ചെയ്യേണ്ട പണി ജീവിച്ചിരിക്കുന്നവർ ചെയ്യേണ്ടതാണ്. അത് മരിച്ചവരുടെ ഡ്യൂട്ടിയല്ല. എന്റെ വേദ കേൾക്കുന്നവരെ, എന്റെ പ്രസംഗം കേൾക്കുന്നവരെ, എനിക്ക് യാത്ര ചെയ്യാൻ വാഹനത്തിന്, ആ വാഹനത്തിന് എണ്ണ ഞാൻ അടിക്കണം, അതിൽ യാത്ര ചെയ്യാൻ എന്തൊക്കെ വേണോ അതൊക്കെ ഞാൻ തന്നെ ചെയ്യണം. എന്റെ മരണത്തിന്റെ ശേഷമുള്ള യാത്രക്ക് ഞാനൊന്നും ചെലവഴിക്കേണ്ടതില്ല, ഞാനൊന്നും ഉണ്ടാക്കി വെക്കേണ്ടതില്ല. ഉണ്ടാക്കി വെക്കേണ്ടത് എന്താണെന്ന് അറിയോ? 5 നേരത്തെ കൃത്യമായ നിസ്കാരം, ഖളാകാത്ത നിസ്കാരം, ജമാഅത്തായുള്ള നിസ്കാരം, പരമാവധി സുന്നത്തായ നിസ്കാരം, പരമാവധി സുന്നത്തായ നോമ്പുകൾ, നോമ്പുകൾ, ആൻമുറുകെ പിടിച്ചുള്ള ജീവിതം, അല്ലാഹുവിനെയും റസൂലിനെയും ഭയപ്പെട്ടുള്ള ജീവിതം.